ഇങ്ങനത്തെ ഈ പറഞ്ഞ പോലുള്ള ഒരു സ്മാർട്ട് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് Aitrich Academy കഴിഞ്ഞൊരു 10-14 വർഷത്തോളമായിട്ട് മാർക്കറ്റിലുള്ളതാണ്. തുടക്കം മുതലേ തന്നെ 2010 മുതലേ തന്നെ ASP.NET എന്ന് പറയുന്ന കോറല്ല, ASP.NET പഴയ ASP.NET നമ്മൾ തുടക്കം മുതലേ തന്നെ ഓൾറെഡി ASP.NET കോർ റിലീസായി അത് പോപ്പുലറായി തുടങ്ങിയ കാലം മുതൽ തന്നെ നമ്മൾ ഇതിലേക്ക് അടുത്ത കുറച്ച് വർഷങ്ങളായിട്ട് ASP.NET കോർ ബേസ്ഡ് ആയിട്ടുള്ള ക്ലൗഡ് നേറ്റീവ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റിൽ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് അലുമിനായി പല നല്ല കമ്പനികളിലും എത്തി തിരക്കേറില്ലാത്ത നല്ല കരിയറിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഈ ടെക്നോളജികളിലെല്ലാം ഞങ്ങൾ പ്രോജക്റ്റുകൾ മറ്റും ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആണ് നിങ്ങളുടെ മെന്റേഴ്സ് ആയിട്ട് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന്റെ പേരാണ് ക്ലൗഡ് നേറ്റീവ് ASP.NET Core ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ഇന്റഗ്രേറ്റഡ് ബൂട്ട് ക്യാമ്പ് എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം. ഇത് Aitrich അക്കാഡമിയുടെ Tier 1 സോഫ്റ്റ്വെയർ എഞ്ചിനീയർ സീരീസിൽ വരുന്ന ഒരു ബൂട്ട് ക്യാമ്പാണ്. ഈ ബൂട്ട് ക്യാമ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു 12 സ്റ്റെപ്പ് സക്സസ് പ്ലാൻ ആണ് ഇതിലുള്ളത്. ഈ 12 സ്റ്റെപ്പിൽ എന്തെല്ലാമാണെന്ന് നമുക്ക് വളരെ ക്വിക്കായിട്ട് നമുക്ക് നോക്കാം. ബേസിക്കലി ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ബൂട്ട് ക്യാമ്പിൽ ഒരു സ്റ്റുഡന്റ് ആയിട്ടല്ല ഒരു കാൻഡിഡേറ്റ് ജോയിൻ ചെയ്യും. അയാളൊരു ജൂനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടാണ് ഇതിൽ ജോയിൻ ചെയ്യുന്നത്. എന്നിട്ട് അയാൾ എന്ത് ചെയ്യും, ഇതിലുള്ള ഇൻഡസ്ട്രി എക്സ്പേർട്സ് ആയിട്ടുള്ള കുറച്ച് സീനിയർ ഡെവലപ്പേഴ്സിന്റെ കൂടെ അവരുടെ മെന്റർഷിപ്പോട് കൂടിയിട്ട് അവർ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ്, ഒരു സാസ് ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് നമ്മൾ നേരത്തെ കണ്ടു അങ്ങനെ ക്ലൗഡ് നേറ്റീവ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ അവർ എന്ത് ചെയ്യും, റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യും. അത് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവർ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ, കംപ്ലീറ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ സ്റ്റാർട്ടിങ് ഫ്രം പ്ലാനിങ്, റിക്വയർമെന്റ്സ്, പിന്നെ സിസ്റ്റം അനാലിസിസ് ആൻഡ് ഡിസൈൻ, ഡെവലപ്മെന്റ്, അതുപോലെ ഡിപ്ലോയ്മെന്റ്, ആർക്കിടെക്ചർ, ഡിപ്ലോയ്മെന്റ്, ഇതെല്ലാം ചെയ്ത് അജൈൽ മെത്തഡോളജീസ് ആയ ഇപ്പൊ ബിഗ് കമ്പനീസിൽ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് മെത്തഡോളജീസ് ആയ സ്ക്രം, XP, എക്സ്ട്രീം പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന XP, കാൻബാൻ പോലുള്ള മെത്തഡോളജീസ് ഉപയോഗിച്ചിട്ട് ഇവർ ഡെയിലി അവരുടെ ടാസ്കുകൾ, ഒരുപാട് ടാസ്കുകൾ അവർ കംപ്ലീറ്റ് ചെയ്യും. പിന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഫണ്ടമെന്റൽസ് ആയ പ്രൊജക്ട് മാനേജ്മെന്റിലെ അവർ എക്സ്പെർട്ടീസ് ആണ്. റിക്വയർമെന്റ്സ് എഞ്ചിനീയറിംഗ് പഠിച്ച് അവരത് ഡെയിലി ബേസിസിൽ ചെയ്യും. സിസ്റ്റം അനാലിസിസ് ആൻഡ് ഡിസൈൻ പോലുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഫങ്ഷൻസ് നടക്കും. പിന്നെ ക്വാളിറ്റി ഓട്ടോമേഷൻ, ടെസ്റ്റബിൾ ഡെവലപ്മെന്റ് പോലുള്ള കാര്യങ്ങൾ, ഡിബഗിംഗ് ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം അവർ ഡെയിലി ബേസിസിൽ പ്രാക്ടീസ് ചെയ്യും. പിന്നെ അവർ ഈ ഡെവലപ്മെന്റ് ഒരു ഐട്രേറ്റീവ് ആൻഡ് ഇൻക്രിമെന്റൽ മോഡലിൽ ഒരു സ്പ്രിൻസിന് ബേസിസ് സ്ക്രം ഫോളോ ചെയ്ത് സ്പ്രിൻസിന് ബേസ് ചെയ്തിട്ട് അവർ ഡെവലപ്മെന്റ് ചെയ്യും. ടെസ്റ്റബിൾ ഡെവലപ്മെന്റ് ഉപയോഗിച്ചിട്ടായിരിക്കും ഡെവലപ്പ് ചെയ്യുക. ആ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ വേണ്ടി വരുന്ന ടെക്നോളജി സ്റ്റാക്സ് എന്തെല്ലാമാണ്. ഈ കേസിൽ നമ്മുടെ ASP.NET Core, പിന്നെ നമ്മുടെ ഫ്രണ്ട് എൻഡിലാണെങ്കിൽ ആംഗുലർ, വെബ് ടെക്നോളജീസ്, പിന്നെ ക്ലൗഡ് നേറ്റീവ് ടെക്നോളജീസ്, ഇതെല്ലാം ഈ ഫ്രെയിംവർക്സും ഫ്രണ്ട് എൻഡിനും ബാക്ക് എൻഡിനും വേണ്ടിയുള്ള ഫ്രെയിംവർക്സും ബെസ്റ്റ് പ്രാക്ടീസ് ഉപയോഗിച്ച് ഈ ഡാറ്റ സ്ട്രക്ചേഴ്സിന്റെ അൽഗോരിതംസും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്ത് ഡിസൈൻ പാറ്റേൺസ് എല്ലാം ഉപയോഗിച്ചിട്ടായിരിക്കും ചെയ്യുക. അതിൽ ആർക്കിടെക്ചർ ഇവ ഈ പറഞ്ഞ പോലെ നമ്മുടെ മോണോലിത്തിക് ആർക്കിടെക്ചറിനെ കുറിച്ചും മൈക്രോ സർവീസസ് ആർക്കിടെക്ചറിനെ കുറിച്ചും പഠിച്ച് അതിൽ ഏതെല്ലാം ആർക്കിടെക്ചർ പാറ്റേൺസ് ആണോ ഉപയോഗിക്കുന്നത്, ഏതെല്ലാം ഡിസൈൻ പാറ്റേൺസ് ആണോ ഉപയോഗിക്കുന്നത്, അതെല്ലാം ഉപയോഗിച്ച് സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രെയിംവർക്സ് ആയ OAuth, JWT പോലുള്ള ടെക്നിക്സും ടെക്നോളജീസും ഒക്കെ ഉപയോഗിച്ച് ആണ് ഇവർ ഡെവലപ്പ് ചെയ്യുക. ഫൈനലി അവർക്ക് ഈ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തതിന് അവർക്ക് ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ക്ലൗഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സംഗതി പഠിക്കും. ക്ലൗഡ് പ്ലാറ്റ്ഫോംസിനെ കുറിച്ച് പഠിക്കും. അതിൽ ഈ കേസിൽ അഷ്യൂർ ക്ലൗഡ് ആണ് യൂസ് ചെയ്യുന്നത്. CI/CD പൈപ്പ്ലൈൻസ്, അഷ്യൂർ ഡെവോപ്സ് എന്ന് പറയുന്ന ആ മെത്തേഡിനകത്തുള്ള CI/CD പൈപ്പ്ലൈനുകളും കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് അത് ഡിപ്ലോയ്മെന്റ് നടത്തും. ഇത് മൾട്ടിപ്പിൾ ടൈംസ് ചെയ്ത് അതിൽ മാസ്റ്റർ ചെയ്യും. ഇനി ഇതിലെല്ലാ ടെക്നിക്സും വീണ്ടും ചെയ്ത് അതിലെല്ലാം പ്രോബ്ലംസ് ഫേസ് ചെയ്ത് മാസ്റ്റേഴ്സ്. They rinse, repeat and reinforce their skills through practice. ഇത് കുറെ മൈൽ സ്റ്റോൺസിലൂടെയാണ് പോകുക. പല മൈൽ സ്റ്റോൺസ്, ഈ ഓരോ മൈൽ സ്റ്റോൺസിലും അവർ സർട്ടിഫിക്കേഷൻസ് നേടും. ഇന്റേണൽ സർട്ടിഫിക്കേഷൻസും ഇൻഡസ്ട്രിയൽ സർട്ടിഫിക്കേഷൻസും നേടും. അത് ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്യും. അത് നമ്മൾ ഒരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പഞ്ചാബ് സർട്ടിഫിക്കേഷൻസ് കാണാം. അത് നമ്മുടെ എൻട്രി വളരെ ഈസിയാകും. ഫൈനലി they will become Tier 1 സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഇതിൽ സ്പെസിഫിക് ആയിട്ട് ഒരു ക്ലൗഡ് നേറ്റീവ് ASP.NET Core ഡെവലപ്പർ വിത്ത് അഷ്യൂർ ആൻഡ് ആർക്കിടെക്ചറൽ സ്കിൽസ് ആയിട്ട് മാറും. ഇതാണ് ഒരു പ്ലാൻ എന്ന് പറയുന്നത്. ഇതാണ് ഈ 12 സ്റ്റെപ്പ് പ്ലാൻ.
ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പഠിക്കുന്ന ടെക്നോളജീസ് എന്ന് പറയുമ്പോൾ ഫ്രണ്ട് എൻഡ് ഡെവലപ്മെന്റ് ടെക്നോളജീസ് പഠിക്കും, UI/UX ഡിസൈനും പഠിക്കും, ബാക്ക് എൻഡിലെ വെബ് ആൻഡ് API ഡെവലപ്മെന്റ് യൂസിങ് ASP.NET 4 അതുപോലെ കുറച്ച് കാര്യങ്ങൾ പഠിക്കും. ഈ അഡ്വാൻസ്ഡ് വെബ് ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള സിഗ്നൽ വെബ് അസംബ്ലി പോലുള്ള കാര്യങ്ങൾ പഠിക്കും, ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ പഠിക്കും, അജൈൽ മെത്തഡോളജീസ് പഠിക്കും, ആർക്കിടെക്ചറൽ സോഫ്റ്റ് എഞ്ചിനീയറിംഗ് പ്രാക്ടീസ് പഠിക്കും, ആർക്കിടെക്ചർ പഠിക്കും. ഇതാണ് ഫ്രണ്ട് എൻഡ് ഡെവലപ്മെന്റ് ഭാഗമായിട്ട് HTML, CSS, JavaScript, FullStack. ഫ്രണ്ട് എൻഡിന്റെ ഈ ആംഗുലാർ സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് യൂസിങ് ആംഗുലാർ ആൻഡ് TypeScript. UI/UX ഡിസൈനിങ് ഫിഗ്മ എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വയർ ഫ്രെയിംസും മോക്കപ്സും എല്ലാം ഉണ്ടാക്കുക. പിന്നെ ASP.NET 4 റിലേറ്റഡ് ടെക്നോളജീസ് ആയിട്ടുള്ള കുറച്ച് സംഗതികൾ പഠിക്കും. പിന്നെ സ്വാഗർ API ഡിസൈനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഓപ്പൺ API, സ്വാഗർ പോലുള്ള കാര്യങ്ങൾ പഠിക്കും. പിന്നെ ഈ അഡ്വാൻസ്ഡ് വെബ് ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള ബ്ലേസർ വെബ് അസംബ്ലി, gRPC പോലുള്ള കാര്യങ്ങൾ പഠിക്കും. ഈ ഡെവോപ്സിന് വേണ്ടിയിട്ടുള്ള Azure ഡെവോപ്സും പൈപ്പ്ലൈൻസും എല്ലാം പഠിക്കും. പിന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രാക്ടീസസ് ആയിട്ടുള്ള STLC, ടെസ്റ്റ് ഡ്രിവൺ ഡെവലപ്മെന്റ്, UI ടെസ്റ്റിംഗ്, ഡൊമൈൻ ഡ്രിവൺ ഡിസൈൻ പോലുള്ള കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് പഠിക്കും. ഇത് നമ്മുടെ മൈക്രോ സർവീസ് ആർക്കിടെക്ചർ, ക്ലൗഡ് നേറ്റീവ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്കില്ലാണ് ഡൊമൈൻ ഡ്രിവൺ ഡിസൈൻ എന്ന് പറയുന്നത്. ഡെവോപ്സിന് വേണ്ടിയിട്ടുള്ള ക്വാളിറ്റിക്ക് വേണ്ടിയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്കില്ലാണ് ടെസ്റ്റ് ഡ്രിവൺ ഡെവലപ്മെന്റ്. അതുപോലെ ഇത് ക്ലൗഡ് നേറ്റീവ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റിൽ ആർക്കിടെക്ചറിനും സിസ്റ്റം ഡിസൈനും വളരെയധികം പ്രാധാന്യമുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സിസ്റ്റം സിസ്റ്റം ആർക്കിടെക്ചർ, മൈക്രോ സർവീസ് പാറ്റേൺ, ഡിസൈൻ പാറ്റേൺസ് പഠിക്കും. ഫ്രണ്ട് എൻഡിന് ആർക്കിടെക്ചർ ആണ്. ഇപ്പൊ ആംഗുലർ പലരും പഠിക്കുന്നുണ്ട്, പക്ഷേ ആർക്കിടെക്ചർ എത്ര പേര് പഠിക്കുന്നുണ്ട്? ആർക്കിടെക്ചർ വളരെ സീരിയസ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അതിൽ ലെയേഴ്സ്, കോമ്പണൻസ്, ടെംപ്ലേറ്റ്സ്, റൗട്ട്സ്, അതുപോലെ കോമ്പണന്റ് ഡിസൈൻ, ബാക്കിംഗ് സർവീസസ്, ബിസിനസ് സർവീസസ്, അതുപോലെ കാര്യങ്ങൾ പഠിക്കും. സെക്യൂരിറ്റി ഡിസൈൻ ആൻഡ് ആർക്കിടെക്ചർ ഉണ്ട്. യൂസേഴ്സ് റോൾസ്, ഓതന്റിക്കേഷൻ, ഓത്തറൈസേഷൻ, ഐഡന്റിറ്റി ആൻഡ് ആക്സസ് മാനേജ്മെന്റ്, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം പഠിക്കും. അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ആർക്കിടെക്ചർ, ഡിപ്ലോയ്മെന്റ് ആർക്കിടെക്ചർ, ഇതെല്ലാം പഠിക്കും. അതിന്റെ ഭാഗമായിട്ട് കുറെ ടൂളുകൾ, ഇപ്പോ ഗിറ്റ്ഹബ് പോലുള്ള ടൂളുകൾ, ജിറ, ഫിഗ്മ, ട്രെല്ലോ ഫോർ പ്രോജക്ട് മാനേജ്മെന്റ്, കൂടുതലും നിങ്ങൾ ഡെവലപ്മെന്റിന് വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യുക നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡൊക്കെ ആയിരിക്കും. ഒരുപാട് ഡയഗ്രാംസ് ഒക്കെ ഉണ്ട് ക്രിയേറ്റ് ചെയ്ത്, UML ഒക്കെ പഠിക്കേണ്ടത് ചെയ്യുന്നതുകൊണ്ട് diagrams.net യൂസ് ചെയ്യും. ഇനി സർട്ടിഫിക്കേഷൻസ്, ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കുറെ അധികം സർട്ടിഫിക്കേഷൻസ് വരും. അതിൽ ഫൗണ്ടേഷണൽ ആൻഡ് അനാലിസിസ് സർട്ടിഫിക്കേഷൻസ്, ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ്, അഡ്വാൻസ്ഡ് ടെക്നിക്കൽ സ്കിൽസ് ഉള്ള സർട്ടിഫിക്കേഷൻസ്, ആർക്കിടെക്ട് ലെവൽ, ക്ലൗഡിന്റെ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. ഈ സർട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. ഇതിൽ നമ്മൾ ഈ ട്രെയിനിങ് പ്രോഗ്രാം സപ്പോർട്ട് ചെയ്യുന്ന ഇൻഡസ്ട്രി സർട്ടിഫിക്കേഷൻസ് ആണ് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത്. അതിൽ മൈക്രോസോഫ്റ്റിന്റെ Azure ഫണ്ടമെന്റൽസിന്റെ സർട്ടിഫിക്കേഷൻ ഉണ്ട്, അത് നമ്മൾ സപ്പോർട്ട് ചെയ്യും. AWS ഇതിലില്ല. AWS നമ്മൾ മീൻസ്റ്റാക്ക് അതുപോലെ കാര്യങ്ങളിലാണ് വരുന്നത്. അതുപോലെ ജാവാസ്ക്രിപ്റ്റിന്റെ സർട്ടിഫൈഡ് ജാവാസ്ക്രിപ്റ്റ് ഡെവലപ്പർ, scrum.org-ന്റെ പ്രൊഫഷണൽ സ്ക്രം മാസ്റ്റർ, പ്രൊഫഷണൽ സ്ക്രം ഡെവലപ്പർ, സ്ക്രം വിത്ത് കാൻവാൻ എന്ന് പറഞ്ഞുള്ള സർട്ടിഫിക്കേഷൻസ് എല്ലാം വരും. അതുകൂടാതെ അത് കഴിഞ്ഞാൽ നിങ്ങൾ സ്കിൽസ് എല്ലാം നേടി, സർട്ടിഫിക്കേഷൻസ് നേടി, ഇനി പബ്ലിക് പ്രൊഫൈൽ, പ്രത്യേകിച്ചും സോഷ്യൽ പ്രൊഫൈൽ, പ്രധാനമായും ലിങ്ക്ഡിനിൽ വളരെ അട്രാക്റ്റീവ് ആയുള്ള ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് ഇടുക. ഇതിനുള്ള ഫുൾ ട്രെയിനിങ് സപ്പോർട്ടും കാര്യങ്ങളും തരും. അപ്പോൾ വളരെ അട്രാക്റ്റീവ് ആയിട്ട് പിറ്റേ ദിവസം മുതൽ കമ്പനികൾ നിങ്ങളെ ചേസ് ചെയ്തുകൊണ്ടിരിക്കും. വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു റെസ്യൂമെ, നിങ്ങളുടെ എല്ലാ അച്ചീവ്മെന്റ്സും, നോളജും, സ്കിൽ സെറ്റും, നിങ്ങൾ വർക്ക് ചെയ്തുള്ള പ്രോജക്ട്സും എല്ലാം വെച്ചിട്ട് നല്ല കിടിലൻ ഒരു പ്രൊഫഷണൽ റെസ്യൂം ബിൽഡ് ചെയ്യും. ഈ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെന്റ് ആണ് പ്ലേസ്മെന്റ് ഓറിയന്റഡ് പ്രോഗ്രാം. നിങ്ങൾക്ക് എല്ലാ സ്കിൽസും ഡെവലപ്പായി, പക്ഷെ പലപ്പോഴും നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ അത്ര എളുപ്പത്തിൽ നിന്ന് സാധിക്കില്ല. ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാവും. അതൊരു പ്രത്യേക സ്കില്ലാണ്. അതിന് വേണ്ട ഇന്റർവ്യൂ ട്രെയിനിങ്, ടെക്നിക്കൽ ഇന്റർവ്യൂവിലുള്ള പ്രിപ്പറേഷൻസ്, ബിഹേവിയറൽ ഇന്റർവ്യൂവിനുള്ള പ്രിപ്പറേഷൻ, പ്രോബ്ലം സോൾവിങ് സിനാരിയോസിനെ എങ്ങനെ ഇത് ചെയ്യും, അതിനുള്ള പ്രിപ്പറേഷൻ, ഇതെല്ലാം നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ടൈംസ് നിങ്ങൾക്ക് ട്രെയിനിങ് തന്ന് ഒരുപാട് മോക്ക് ഇന്റർവ്യൂസ് തരും. അതും ഇൻഡസ്ട്രി എക്സ്പെർട്സ് നിങ്ങൾക്ക് മോക്ക് ഇന്റർവ്യൂസ് തരും. പിന്നെ ചെറിയ ചെറിയ കമ്പനികളിൽ നിങ്ങൾ ആദ്യം ഇന്റർവ്യൂസിന് വിട്ട് നിങ്ങളുടെ പേടി മാറ്റി നിങ്ങളെ സ്ട്രോങ് ആക്കി അതിൽ നിന്ന് നമ്മൾ ഫീഡ്ബാക്ക് എടുത്ത് നിങ്ങളുടെ പ്രോബ്ലം അല്ലെങ്കിൽ നിങ്ങളുടെ വീക്ക്നെസ് എവിടെയാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് വീണ്ടും അത് സ്കില്ലപ്പ് ചെയ്ത് വീണ്ടും പ്രാക്ടീസ് ചെയ്ത് വീണ്ടും ഇന്റർവ്യൂസ് പറഞ്ഞയച്ച് പിന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോയിട്ട്, ലോകത്ത് എവിടെ വേണമെങ്കിലും പോയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്ന സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തും. ഇതാണ്. അതുപോലെ തന്നെ അസൈൻമെന്റിനും മറ്റുള്ള പ്രൊജക്ട് പ്രസന്റേഷനുള്ള ട്രെയിനിങ്, CV ആൻഡ് പബ്ലിക് പ്രൊഫൈൽ ഡെവലപ്മെന്റ്. പിന്നെ പല കമ്പനികളും ഇപ്പൊ വീഡിയോ റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ വീഡിയോ റെസ്യൂമെ നിങ്ങൾക്ക് ഡിഫോൾട്ട് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യും. പിന്നെ ഈ പ്രോഗ്രാമിന് നമ്മുടെ ഗ്യാരണ്ടീഡ് പ്ലേസ്മെന്റ് ആണുള്ളത്. കാരണം ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാരെ പ്ലേസ് ചെയ്യാൻ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. ആകെ കൂടി ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര സാലറിയിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ മച്ച്
എഫേർട്ട് യു പുട്ട് അലോങ് വിത്ത് അസ്. ഞങ്ങൾ എഫേർട്ട് ഇടും, അതോടൊപ്പം നിങ്ങളും എഫേർട്ട് ഇടാം. അപ്പോൾ ഞങ്ങൾ ഒരുപാട് ഇന്റർവ്യൂ പ്രാക്ടീസും ട്രെയിനിങ്ങും തരും. ചെറിയ ചെറിയ കമ്പനികൾക്ക് അയക്കും. നിങ്ങൾക്ക് അവിടെ അവർ പലരും ഓഫർ ചെയ്യും. നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ട്, അത് ആ ഓഫർ സ്വീകരിച്ചിട്ട് കയറാം, അല്ലെങ്കിൽ അടുത്തതിന് വീണ്ടും വെയിറ്റ് ചെയ്യാം, വീണ്ടും പുതിയ വലിയ കമ്പനികളിലേക്ക് വലിയ സാലറിയിലേക്ക് എത്താം. ഞങ്ങളിതിൽ നെഗോഷിയേഷൻ സ്കില്ല് നിങ്ങൾ പഠിപ്പിക്കുക. അതായത് സാലറി കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയുള്ള ജോബ് ഓഫർ കിട്ടുമ്പോൾ സാലറി നെഗോഷിയേറ്റ് ചെയ്ത്, സാലറിയും ബെനിഫിറ്റ്സ് നെഗോഷിയേറ്റ് ചെയ്ത് ബെറ്റർ പാക്കേജിലേക്ക് എത്താനുള്ള സ്കില്ലുകളുണ്ട്. അതുകൂടാതെ പോസ്റ്റ് പ്ലേസ്മെന്റ് സപ്പോർട്ട് ഉണ്ട്. നിങ്ങൾ പ്ലേസ്ഡ് ആയി ഒരു മിഡ് ലെവൽ കമ്പനിയിൽ അല്ലെങ്കിൽ സ്മോൾ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നു വിചാരിച്ചു, ഡിപ്പെൻഡിങ് ഓൺ യുവർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആൻഡ് യുവർ കോൺഫിഡൻസ്. പക്ഷെ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വലിയ കമ്പനിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള കണ്ടിന്യൂസ് സപ്പോർട്ട്, അവരുടെ ഹയറിംഗ് പ്രോസസ്സിൽ പാരലായിട്ട് പോകുന്നതിന് വേണ്ടിയുള്ള സപ്പോർട്ട് നമ്മൾ. അപ്പൊ ഇതാണ് നമ്മളുടെ ഈ Tier 1 സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ബൂട്ട് ക്യാമ്പ്, സ്പെഷ്യലൈസ്ഡ് ഇൻ ASP.NET Core, FullStack ആൻഡ് Azure. അതിന്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത് Aitrich Academy എന്ന് പറയുന്ന വളരെ എക്സ്പീരിയൻസ്ഡ് ആയ, ഒരുപാട് ട്രാക്ക് റെക്കോർഡും റിസൾട്ടുമുള്ള ഒരു അക്കാഡമിയിലെ സയന്റിഫിക്കലി ക്രിയേറ്റഡ് ആയിട്ടുള്ള, സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു Tier 1 സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ബൂട്ട് ക്യാമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എലമെന്റ്സ് ആണ് താഴെ കാണുന്നത്. മെന്റർഷിപ്പ്, കീസ്റ്റോൺ പ്രോജക്ട്, എൻഡ് ആയിട്ടുള്ള ഒരു ക്ലൗഡ് നേറ്റീവ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ്. ഇതിൽ ഇതൊരു ടീം വർക്കാണ്, ഒരുപാട് ടീം മെമ്പേഴ്സ് ഒന്നിച്ച് ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഇതിൽ ഒരുപാട് മെത്തഡോളജീസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഡെയിലി പ്രാക്ടീസ് ചെയ്ത് മാസ്റ്റർ ചെയ്യുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് 5 കോർ സ്കിൽ സെറ്റ് ആണ് നിങ്ങളുടെ പില്ലേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഫണ്ടമെന്റൽസ്, ടെക്നോളജി സ്റ്റാക്സ് ആൻഡ് പ്രോഗ്രാമിംഗ് സ്കിൽസ്, ക്ലൗഡ് നേറ്റീവ് ഡെവലപ്മെന്റ് സ്കിൽസ്, ആർക്കിടെക്ചർ ആൻഡ് സെക്യൂരിറ്റി ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസസ്, ക്ലൗഡ് ആൻഡ് ഡെവോപ്സ്. ഈ സ്കില്ലുകൾ എന്ന് പറയുന്നത് ഗോൾഡൻ സ്കിൽസ് ആണ്. ഈ സ്കിൽസ് ഉണ്ടെങ്കിൽ വേൾഡിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മിഡ് ലെവൽ ടു ടോപ്പ് കമ്പനീസ് നിങ്ങൾ അവിടെ വളരെ അട്രാക്റ്റീവ് ആണ്. ഇത്തരം സ്കിൽസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ ഫോക്കസ്ഡ് ആയിട്ട് കമ്പനികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് പ്ലേസ്മെന്റ് ഓറിയന്റഡ് പ്രോഗ്രാം. നിങ്ങൾക്ക് ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് സർട്ടിഫിക്കേഷൻസ്. നിങ്ങളെ ഈ കമ്പനികളിൽ ഏറ്റവും അട്രാക്റ്റീവ് അവരുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള റിക്രൂട്ടേഴ്സിന്റെയും കമ്പനികളുടെ HR മാനേജേഴ്സിന്റെയും അടുത്ത് നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നതിനുള്ളതാണ് പ്രൊഫഷണൽ പ്രൊഫൈൽ. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ഗ്യാരണ്ടീഡ് ആയിട്ട് ഈ വളരെ നല്ല ക്ലൗഡ് നേറ്റീവ് പ്രൊഫഷണൽ ആയിട്ട് മാറാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ രീതിയിൽ എത്തിച്ചേർന്നിട്ടുള്ള പല ടെക്നോളജി സ്റ്റാക്കുകളിൽ നിന്നൊക്കെ ആയിട്ട് പല കാലങ്ങളിൽ എത്തിച്ചേർന്നിട്ടുള്ള ഒരുപാട്, ഞങ്ങൾക്ക് ഏകദേശം ഒരു 1200ഓളം സ്റ്റുഡൻസ് കാൻഡിഡേറ്റ്സ് ഇവിടെ പഠിച്ചു പോയിരുന്നു. അതിൽ ചെറിയൊരു സ്നാപ്ഷോട്ടാണ് ഇതിൽ ഈ കാണുന്ന മെമ്പേഴ്സ്.